ഈ BJP പിന്നെ കേരളം ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ എത്ര കാലം എടുക്കും? 10 വർഷങ്ങളോട് മിനിമം. 10-15 വർഷം വരെ എടുക്കും. 15 വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ 15 വർഷം BJP വരും. കാരണം ന്യൂ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ UDF LDFും ഇവരെ ജാതികളായി തിരിച്ചിട്ട് പരസ്പരം അടുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ന്യൂ ജനറേഷൻ ഇപ്പോൾ ജാതി വലിയ പ്രശ്നമില്ല. അവരങ്ങോട്ട് നാല് ഈഴവൻ തലങ്ങും വിലങ്ങും കല്യാണം കഴിക്കുന്നുണ്ട്. അപ്പം മാത്രമല്ല ഇപ്പോൾ പിള്ളേർ കല്യാണം കഴിക്കാൻ താല്പര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അവർ നോക്കുന്നത് വെച്ചാൽ നമുക്ക് എന്താണ് ഗുണം. പുതിയ പിള്ളേരുടെ രീതി എന്താ പറയുക, അവർ നിങ്ങൾ പണ്ടത്തെ ലെക്ചർ ചെയ്തിട്ടൊന്നും കാര്യമില്ല, അവർക്കും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ അവർ പങ്കെടുക്കും, അവർ വരുള്ളൂ. ഇപ്പോൾ DJക്ക് എന്താ വരുന്നത്, അവർ കൂടി ഡാൻസ് ചെയ്യാൻ കുച്ചിപ്പുടി നടത്തി കഴിഞ്ഞാൽ അവർ പോയില്ല, ആ പണിയില്ലെന്ന് വിചാരിക്കും. സ്ത്രീകൾക്കുണ്ട്, അവർ സൈലന്റ് സ്പെക്ടേറ്ററാണ്. നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളെ ഭർത്താവ് സഖാവ് കൂടെ കയറില്ലല്ലോ, സഖാവാണെങ്കിൽ അല്ലെങ്കിൽ BJP കാരൻ കൂടെ കയറില്ലല്ലോ. അവരവിടെ പോയി ചിലപ്പോൾ സുരേഷ് ഗോപി വോട്ട് ചെയ്യും, ചിലപ്പോൾ പിണറായി വോട്ട് ചെയ്യും. അപ്പോൾ സ്ത്രീകൾ ഇവരുടെ ഇടയിലൊക്കെ BJPക്ക് ഒരു ആക്സെപ്റ്റൻസ് വരുന്നുണ്ട്. പക്ഷേ മുസ്ലിംസിൻ്റെ ഇടയിൽ ഈ പറയുന്നതന്നെ അതിലിങ്ങനെ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരനൊക്കെ കടന്ന് കളിച്ചിട്ട് മോഡി ഓരോ ദിവസം ഓരോ മുസ്ലിമിനെ ചുട്ടുന്നുകൊണ്ടിരിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിക്കൊണ്ട് തെറ്റിദ്ധാരണയുണ്ട്. അത് മുസ്ലിം സമുദായത്തിന് തന്നെയാണ് ദോഷം ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടുന്ന പ്ലേസ്മെൻറ്റുകളൊക്കെ കിട്ടാതെ പോകും. ഇനി കൊടുത്താലും ഇവർ മേടിക്കില്ല.